ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. കുറേ പേര് മെസ്സേജ് അയച്ചു, ചേച്ചിയുടെ ഡേ ഇൻ മൈ ലൈഫ് മിസ് ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഓണ ഷൂട്ടൊക്കെ ഉണ്ട്. ഞാനൊന്ന് റെഡി ആയിട്ടൊക്കെ വരട്ടെ, കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കാണാം കേട്ടോ. പോകുമ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു എൻ്റെ സ്വന്തം നാട്ടിലൊരു ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. അതിന്ന് സഫലമാകാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ക്യാമറമാൻ രഞ്ജു പറഞ്ഞൊരു ക്യാമറമാനാണ്. ഞാനിവിടെ ബയോ കൊടുക്കാം അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അങ്ങനെ ഒരു ക്യാമറമാൻ എനിക്കത് സഫലമാക്കി തരാൻ പോവാണ്. കുറച്ച് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. നമുക്ക് ചോറൊക്കെ വെച്ചിട്ട് വേണം പോവാൻ. സമയം 5 മണിക്ക് ഞാൻ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മേലെ 7 മണിയാകുമ്പോഴേക്കൊക്കെ റെഡിയാകാൻ പറ്റുമോ? നമുക്ക് ഫുഡൊക്കെ വെച്ചിട്ട് കാണാം കേട്ടോ. ആദ്യം ഞാൻ ഇതാക്കുന്നില്ല, ലാഗ് അടുപ്പിക്കുന്നില്ല. ചോറ് വെച്ച് കഴിഞ്ഞിട്ടില്ല. ചോറ് കുക്കറിൽ 4 വിസിലൊക്കെ വരണം. അപ്പോൾ അങ്ങനെ നമുക്ക് റെഡി ആയിട്ട് വരാം അല്ലേ? റെഡി ആവുന്ന കണ്ടാലോ? അപ്പോൾ കുറേ പേര് എങ്ങനെ ലെൻസ് വെക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചത്, ഞാൻ കൈ കൊണ്ട് വയ്ക്കാറ്. ഇതല്ല ലെൻസ് മാറിപ്പോയി. ഞാൻ മൺമന്തിൻ്റെയൊക്കെ നോക്കിയിട്ട് കണ്ണാടിയുടെ ഷോപ്പൊക്കെ ഇല്ലേ, അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ വാങ്ങാറ്. മൺമന്തിന് യൂസ് ചെയ്യുന്നത് മൺമന്തിന് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റൊക്കെ കൂടും. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട്, അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെൻസിൻ്റെ ഷെയ്ഡ് ഏതാണ് ചേച്ചി എന്നൊക്കെ. ഞാനൊരു ഗ്രേ ആണ് വെക്കാറ്. സ്ഥിരം യൂസ് ചെയ്യണത് തന്നെയാണ് കേട്ടോ. ആദ്യമൊക്കെ ഫസ്റ്റ് വയ്ക്കുന്നവരൊക്കെ നല്ലപോലെ വെള്ളം വരും. എനിക്ക് പൊതുവേ ലെൻസ് വയ്ക്കുമ്പോൾ അങ്ങനെ കുറച്ച് കണ്ണ് ചോക്കും, നല്ലപോലെ വെള്ളം വരും കേട്ടോ. ഒന്നാമത് കൈ കൊണ്ട് വയ്ക്കുന്നതാണ്. ലെൻസിൻ്റെ ആയിട്ട് ഒരു സ്റ്റിക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കൈ നല്ലപോലെ വൃത്തിയായി കഴുകിയിട്ടൊക്കെ വേണം കേട്ടോ വയ്ക്കാൻ. എനിക്ക് വെച്ച ശീലമുണ്ട് ഒന്നാമത്. പിന്നെ അതിന് ശേഷം നമ്മൾ തലയൊക്കെ ഉണക്കാനാണ് നല്ല പാട്. ഞാൻ അധികം ഹീറ്ററൊന്നും യൂസ് ചെയ്യില്ല തലയിൽ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം അഴിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ മുടി നോർമലി ഡ്രൈ ആയി കിട്ടും, ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മുടി വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. ഉണങ്ങി കിട്ടില്ല ഒന്നാമത്. ഞാൻ എങ്ങനെയൊക്കെയോ ഉണക്കി എടുത്തു കേട്ടോ. ലെൻസ് കണ്ടോ, ലെൻസിന് ശരിയായില്ല 2 കണ്ണും. അപ്പോൾ അങ്ങനെ നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം കേട്ടോ. മേക്കപ്പ് ഇടുമ്പോൾ ആദ്യം ബേസ് നല്ലൊരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട് ഫേസിൽ. അപ്പോൾ അക്വാലോജിക്കിൻ്റെ മോയ്സ്ചറൈസറാണ്. എൻ്റെ സ്കിന്ന് പെട്ടെന്ന് ഡാമേജ് ആകുന്നതിനെ കൊണ്ട് എൻ്റെ സ്കിന്നിനുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പ്രാണമമ്മയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുമോളെ, ഇത് യൂസ് ചെയ്യുമോളെ അങ്ങനെ പറഞ്ഞത് പ്രാണമമ്മയാണ്. ഈ ഒരു മോയ്സ്ചറൈസർ നല്ല ഗ്ലാസി ടൈപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ മാക്സിമം സൺസ്ക്രീം ആയാലും മോയ്സ്ചറൈസർ ആയാലും 3 വിരലും കൊണ്ട് ഇടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബാക്കി വിരലൊക്കെ ആയിക്കഴിഞ്ഞാൽ വേസ്റ്റ് ആകും. പിന്നെ നല്ലൊരു ലിപ് ബാം ഇടുക. ഞാൻ സൺസ്ക്രീം ഇട്ടില്ല കേട്ടോ. സൺസ്ക്രീം ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. മോയ്സ്ചറൈസർ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുവരെ കൊണ്ട് സൺസ്ക്രീം ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം നല്ലൊരു PSCയുടെ ഫൗണ്ടേഷനാണ്. നല്ല ഫേസിൽ നല്ലപോലെ അബ്സോർവർ ആവും. അപ്പോൾ എനിക്ക് ഭയങ്കര സൂട്ടാവുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ PSCയുടെ. അപ്പോൾ ലിപ് ബാം ഇട്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ ചുണ്ട് നല്ലപോലെ ഡ്രൈ ആകുന്നതിനെ കൊണ്ട് ലിപ് ബാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഫേസിൽ കുറച്ച് ഡോട്ടായിട്ട് ബ്ലെൻഡർ യൂസ് ചെയ്യാതെ ഞാൻ കൈ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആകും. ബ്ലെൻഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളും നമ്മുടെ ഫൗണ്ടേഷൻ ഫുള്ളും ആ ബ്ലെൻഡറിലാവും. അപ്പോൾ നമ്മൾ മാക്സിമം കൈ കൊണ്ട് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ബ്രഷും കൊണ്ടൊക്കെ ഇടാൻ ശ്രമിക്കുക. ഞാൻ വൈറ്റ് കൊണ്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോമ്പാക്റ്റ് പൗഡറോ നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ ആണ് അതിടാം. അപ്പോൾ നല്ലതല്ല പണ്ട് ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് അറിയോ? അതായത് ഞാൻ പൗഡറൊന്നും യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഡയലോഗ് വേണ്ടത്. ഇപ്പോൾ നല്ലതല്ല പറഞ്ഞിട്ട് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെയാണ് യൂസ് ചെയ്യണത്.
അത് ഞാൻ പറയാണ്. പിന്നെ അതിന് ശേഷം കൈ കൊണ്ട് നല്ലപോലെ ഫേസിലേക്ക് പൗഡർ അല്ലെങ്കിൽ കോമ്പാക്റ്റ് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എഴുതുന്നത് ഈ ഒരു ഐറ്റംസ് ഉണ്ട്. കുറേ കഴിഞ്ഞു, ഓർഡർ ചെയ്തിട്ട് ഒന്നും വേഗം വരുന്നില്ല. കണ്ണാടി നോക്കി ചെയ്യാം. കണ്ണാടി നോക്കി നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഐബ്രോ എഴുതുന്ന ഐ ഷാഡോ പാലറ്റ് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കൊടുക്കാം. അതൊന്നും കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 കളറാണ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആദ്യം ഞാൻ ബ്രഷും കൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. ഞാൻ എപ്പോഴും പ്രോഗ്രാമിനായാലും ഷൂട്ടിനായാലും ഞാൻ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുള്ളൂ. ഞാൻ അത്ര വലിയ അങ്ങനെ മേക്കപ്പൊന്നും ചെയ്യാൻ എനിക്കങ്ങനെ അറിയില്ല. എനിക്ക് സെൽഫായിട്ട് ചെയ്യാനറിയാം. മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ അറിയില്ല. പിന്നെ അതിന് ശേഷം ഞാൻ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്തു. പിന്നെ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ ബ്രഷും കൊണ്ട് ചെയ്യുള്ളൂ. കാരണം അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ളതാരം കൊണ്ട് അവർ ബ്രഷും കൊണ്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഐന്ന് മേക്കപ്പ് തുടങ്ങണം. കണ്ണിൽ നിന്ന് മേക്കപ്പ് തുടങ്ങി ഫേസിലെത്തണം. നമ്മൾ ആദ്യമേ ഫേസ് തുടങ്ങിയിട്ടല്ലേ കണ്ണിലേക്ക് എത്തിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇതാണ് ഞാൻ ഐ ഷാഡോ ഇട്ടത്. പിന്നെ അതിന് ശേഷം സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിന് നല്ലൊരു ഗ്ലിറ്ററിങ് ഗ്ലോ ആയി കിട്ടും. അപ്പോൾ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫേസിനൊരു തിളക്കം കിട്ടും. വാവ്, എന്തൊരു തിളക്കമാണിത് അങ്ങനെയൊക്കെ പറയില്ലേ, ഒരു പരസ്യം. അതുപോലെ തിളങ്ങി നിൽക്കും കേട്ടോ ഫേസ്. ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഗ്ലോസ് ആയിരുന്നുണ്ടാവും. ഇനി നമുക്ക് മസ്കാര യൂസ് ചെയ്താലോ. നല്ലൊരു മസ്കാരയാണ്, വാട്ടർ പ്രൂഫിൻ്റെ നല്ല മസ്കാരയാണ് കേട്ടോ. ഞാനത് purple.com നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അത്ര വലിയ പ്രൈസൊന്നുമല്ല. ഒരു 499 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ തോന്നുന്നു. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൈസാണ്. അപ്പോൾ ഞാൻ ഇനി കണ്ണൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞാൻ വേഗം വേർക്കും, സത്യത്തിൽ വേഗം വേർക്കും. അപ്പോൾ കുറച്ച് ചെയ്തിടാം അല്ലേ. നമ്മളിപ്പോൾ ഐലാഷാണ് ഒട്ടിക്കാൻ പോണത്. ഇത് ഐലാഷ് ഗമ്മ കടയിലൊക്കെ കിട്ടും. പിന്നെ നമ്മൾ പശ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അപ്പോൾ നമ്മുടെ കണ്ണിൽ വേഗം ഒട്ടും. ഐലാഷ് വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. പശ തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഭാഗം ഉണ്ടാവും, വലിയ ഭാഗം ഉണ്ടാവും. ചെറിയ ഭാഗം അങ്ങോട്ട് തന്നെ, വലിയ ഭാഗം ഈ ഭാഗത്തേക്ക് വരണം. അങ്ങനെ നമ്മൾ ഒട്ടിക്കണം കേട്ടോ. ഒട്ടിക്കാൻ അറിയുമായിരിക്കും എല്ലാവർക്കും. ഞാൻ കണ്ണൊക്കെ അത് അതിൽ വെച്ചിട്ട് എഴുതി കൊടുക്കാനായിട്ടുള്ളൂ. ഒരു പണ്ടാലം. ഒട്ടിക്കാൻ വേണം. സിമ്പിൾ പരിപാടിയാണ് നമ്മൾ ഐലാഷ് ഒട്ടിക്കുന്നത്. അമ്പിളാണ്. നല്ല ഐലാഷ് ഗം ആയിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ വിട്ട് വരും. കണ്ടോ, ഞാൻ യൂസ് ചെയ്ത ഐലാഷ് ഗം നല്ല തന്നെയാണ്. പക്ഷെ അതിൽ പശ അധികം ആക്കിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താണ്, അടിക്കണ്ണ് എഴുതിയിട്ടുണ്ട്, അപ്പുറത്തെ കണ്ണ് എഴുതിയിട്ടുണ്ട്, ഇപ്പുറത്തെ കണ്ണ് എഴുതണം. നമ്മൾ സ്റ്റുഡിയോയുടെ ആണ് പ്രൊഡക്റ്റ് കേട്ടോ. ഞാൻ ഇതിൽ മിക്ക വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡിയോയുടെ നല്ല ഐലിനർ എഴുതിയിട്ട് വരാം കേട്ടോ. എനിക്ക് അങ്ങനെ എഴുതി കാണിക്കാൻ അറിയില്ല. അങ്ങനെ നമ്മൾ ഐലിനർ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുടിയൊക്കെ ഒന്ന് ഉണക്കി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഷെയ്ഡാണ് റെഡ്. അപ്പോൾ അതായത് എൻ്റെ ഫേവറേറ്റ് കളർ റെഡ് തന്നെയാണ് കേട്ടോ. എനിക്ക് റെഡ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫേസിന് നല്ലൊരു ഉന്മേഷമാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇന്നത്തെ കോസ്റ്റ്യൂം. ഓണം ഫോട്ടോഷൂട്ടിൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം ഇതാണ്. പിന്നെ അതിന് ശേഷം ഇതാണ് കേട്ടോ എൻ്റെ അൽമാറ. തുണിയും മുണ്ടൊക്കെ അങ്ങനെ ഇങ്ങനെ വാരി വലിച്ചു തരുന്നുണ്ട്. ഒരു ദിവസം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി സാരി കളക്ഷനായിട്ട് വരാൻ പറഞ്ഞു. എന്തായാലും വരാം. പിന്നെ അതിന് ശേഷം ഹെയർ സ്റ്റൈൽ ചെയ്യാണ്. ഡ്രസ്സൊക്കെ മാറി വന്നു. ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഹെയർ സ്റ്റൈൽ വീഡിയോ സൈഡായിട്ട് കൊടുക്കുക അങ്ങനെ ഉദ്ദേശിച്ചത്. പക്ഷേ വന്നത്
വേറെ ഏതോ രീതിയിലാണ് ഹെയർ സ്റ്റൈൽ വന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഹെയർ ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ചിട്ടേ ഇങ്ങനെ കൊടുത്ത് ഒരു 2-3 സ്ലൈഡ് കുത്തി കൊടുക്കുക. അതേപോലെ ഫ്രണ്ടിൽ എന്നെങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുടി ആദ്യം എടുക്കുക, പിന്നെ ആ ഒരു മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഇടുന്നത്. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ അത്ര ഞാൻ ഉദ്ദേശിച്ച പെർഫെക്ഷനിൽ വന്നില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് സംതൃപ്തിയാണ്. അപ്പോൾ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ട് ബാക്കിലേക്ക് നമ്മൾ സ്ലൈഡ് കുത്തി കൊടുക്കണം. അപ്പോൾ കുഴപ്പമില്ല അല്ലേ തോന്നുമ്പോൾ? കുഴപ്പമില്ല. അങ്ങനെ പിരിച്ച് അങ്ങനെ നമ്മൾ ബാക്കിലേക്ക് അങ്ങനെ സ്ലൈഡ് കുത്തി കൊടുക്കണം. പിന്നെ എൻ്റെ മുടിക്ക് അത്ര കട്ടിയില്ല, അപ്പോൾ നീളമുള്ളൂ, കട്ടിയില്ല. പിന്നെ നമ്മൾ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തപ്പോൾ വാവ്, ഡെലീഷ്യസ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ എക്സ്റ്റൻഷൻ ഞാൻ എൻ്റെ ഉള്ളൊരു എക്സ്റ്റൻഷനാണ് ഞാൻ വെച്ചപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു തിക്നെസ് തോന്നിയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മുല്ലപ്പൂവൊക്കെ വെച്ച് സെറ്റാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പൊട്ടുകൾ നോക്കി. ഈ പൊട്ട് അത്ര രസമില്ല. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ എന്ത് പ്രശ്നം സോൾവ് ചെയ്യുന്നതും എൻ്റെ അമ്മയാണ്. അമ്മേൻ്റെ അടുത്ത് ഞാൻ പോയി, അമ്മ ഇതിൽ ഏത് പൊട്ട് വയ്ക്കണം എന്ന് ചോദിച്ചു. പിന്നെ ഞാനൊരു റെഡ് പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ബ്ലൂ ഉണ്ടാ ചോദിക്കാൻ വേണ്ടി പോയതാണ്, പക്ഷെ അമ്മേൻ്റെ കയ്യിലില്ല. അമ്മേനെ റെഡ് തന്നത്. പിന്നെ അതിന് ശേഷം ഞാനൊരു ഗോപുരം പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡ് പൊട്ട് കണ്ടോ, അത് മാറ്റിയിട്ട് ഞാൻ ഒരു ഗോപുരം പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മേനെയാണ് എനിക്ക് സെലക്ട് ചെയ്തതെന്ന് കേട്ടോ. അമ്മേൻ്റെ സെലക്ഷൻ ഒരിക്കലും പാഴാവാറില്ല. അപ്പം ഞാൻ വാവ് എന്നൊക്കെ പറയാണ്. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എന്താ പൂവൊക്കെ വെച്ചു. രസമുണ്ടോ, എങ്ങനെയുണ്ടെന്ന് പറയണേ. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ പൂവൊക്കെ വെക്കുന്നത്, ഇത്രയും നിറയെ പൂവൊക്കെ വെക്കുന്നത്. ഇനിയും പൂവുണ്ട്, റോസപ്പൂവൊക്കെ എവിടെ വെക്കുന്ന അറിയില്ല. നല്ല പണം. പിന്നെ അടുത്തിട്ട് അമ്മ ഇടണല്ലേ. വള ഇട്ടിട്ടില്ല. വള നമുക്ക് മാച്ചബിളാണ് കേട്ടോ. വള ഡ്രസ്സിന് മാച്ചബിളാണ്. ഓക്കെ, ഫൈനായിട്ട് കാണാം. ഇനി അങ്ങനെ നമ്മൾ കുപ്പിവള ഇടുകയാണ് കേട്ടോ. കുപ്പിവളക്ക് ഇരിക്കണല്ലോ കുറച്ച് കയറാൻ പാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് കുപ്പിവള കയറ്റിയത്. അങ്ങനെ കയ്യിലും കാലിലൊക്കെ ബാക്കിയുള്ള ക്രീം തേച്ച് കൊടുത്തു. ഞാൻ സ്കിന്നൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഒരു ആൾക്കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതിന് ശേഷം നല്ലൊരു സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഓർമ്മയില്ല. അപ്പോൾ 24 മണിക്കൂർ നിന്നില്ലെങ്കിലും ഒരു 12 മണിക്കൂറൊക്കെ ഈ സ്പ്രേ നിൽക്കും. നല്ലൊരു മണമുള്ള സ്പ്രേ ആണ്. പിന്നെ അതിന് ശേഷം ഞാനൊരു ചന്ദനക്കുറി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാവ്, ഒരു അമ്പലവാസി കുട്ടിയില്ലേ, അങ്ങനെയൊക്കെ പറയാം. എങ്ങനെയുണ്ട്? ഇപ്പം നോക്കി കൊള്ളാമോ? ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതെനിക്ക് എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ എനിക്ക് തന്നത് എൻ്റെ നയനമ്മയാണ്. ഡ്രസ്സ് എനിക്ക് തന്നത് അമ്മൂട്ടനാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് കുറച്ച് വീട്ടിലെ വിശേഷങ്ങൾ കണ്ടാലോ. നമ്മളങ്ങനെ ഒരുങ്ങി കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. ഇന്ന് നമ്മൾ വീട്ടിലെ വിശേഷം കാണാം കേട്ടോ. വീട്ടിലെ വിശേഷമാണ്. ചെറുത് ഇവിടെ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറും കറിയൊക്കെ അപ്പോഴേ ആയി. പിന്നെ ഇവിടെ ആര്യ പനിയൊക്കെ മാറി, കുഴപ്പമില്ല, കോളേജിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അമ്മ രാവിലെ എണീച്ച് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാ. അമ്മ രാവിലെ എണീച്ച് പൂവൊക്കെ ഇടുകയാണ്. അമ്മ അവിടെ നോക്കി. അമ്മ രാവിലെ എണീച്ച് എന്തൊക്കെയൊക്കെയോ പൂ കിട്ടി. ഇപ്പം എന്തൊക്കെയൊക്കെയോ ഇടുകയാണ് അമ്മ. എന്താ അത്? ജമന്തിയും വെറ്റിയൊക്കെ ഇടുകയാണ്. ജമന്തി. അപ്പം അമ്മേൻ്റെ പൂവിട്ടൽ മത്സരമാണ് ഇവിടെ. പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്താണ്, കോളേജിൽ പോകാൻ റെഡിയാണ്. പനിയൊക്കെ മാറിയെന്ന് ചോദിച്ചു കുറേ പേര്. കുഴപ്പമില്ല, കോളേജിലേക്ക് പോവാം.
അപ്പോൾ ഇനി കുറച്ച് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് കാണിക്കുന്നതൊക്കെ ഈ സൈഡിലുണ്ടാവും കേട്ടോ. ഇനി കുറച്ച് വീഡിയോസൊക്കെ എടുക്കട്ടെ. ഓക്കെ ഫൈൻറ്റ്. നമുക്കിനി നമ്മളെ എക്സാക്റ്റ്മെൻ്റാണ്. കാരണം എൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഫോട്ടോഷൂട്ടും പോവാണ്. ഒരുപാട് നാളുകൾക്ക് വർഷങ്ങൾക്ക് ശേഷം അപ്പോഴോ പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്താണ് രഞ്ജു പറഞ്ഞൊരു ഫോട്ടോഷൂട്ട് ആ ചേട്ടൻ മെസ്സേജ് അയച്ചു, നമുക്ക് ചെയ്യാലോ അതിനെന്താ പറഞ്ഞ് മെസ്സേജ് അയച്ച്. അങ്ങനെ ഞങ്ങൾ ഇന്ന് അതിൻ്റെ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വഴി വരുന്നതായിരിക്കും കേട്ടോ. നമ്മളിനി കുറച്ച് ചായ കുടിക്കാം. കുറേ നേരം വെയിറ്റ് ചെയ്യണേ. ചെറുതുണ്ടാക്കിയതാണ് ബ്രൂ കോഫി. ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ചാനലിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ലോങ് ആയിട്ട് എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ഇടുന്നത്. ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ലോങ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. വീഡിയോ ലെങ്ത് ഉള്ള കാര്യം കൊണ്ട് നമ്മൾ പാർട്ട് 2 എന്തായാലും വരും കേട്ടോ.